ഹായ്, ഞാൻ നിങ്ങളുടെ രമ ചേച്ചി. ഞങ്ങൾക്കിന്ന് ഒരു 5 തിരിയാവ് മീൻ, തിരിയാവ് എന്നാണ് ഇതിൻ്റെ പേര്. 5 തിരിയാവ് മീൻ കിട്ടി. അതിൽ 3 എടുത്ത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു. തിരിയാവ് മീൻ ചെറുതായിട്ട് എന്നുവെച്ചാൽ ഒരുപാട് ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതിനെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂട്ടി ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് ഇതിനെ വറുത്ത് പോകാൻ. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കാണിക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ മീൻ മുറിക്കാൻ. ഇതിൻ്റെ മുള്ള് ഇളക്കിയെടുക്കാൻ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മാംസം കുറവാണ്, മാംസം കുറച്ചേ ഉള്ളൂ. അതിൻ്റെ മാംസം ഇളക്കിയെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ മുള്ളോടും കൂടി ചേർത്താണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. ഈ മീൻ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷമാണ് നമുക്കിത് തോരൻ വയ്ക്കുന്നത്. ഇതിന് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഒരു 10 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് കൂട്ടിന് വേണ്ടിയാണ്. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളി അത് ചതച്ച് വെച്ചിരിക്കുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചതച്ച് വെച്ചിരിക്കുന്നു. കടുക് വറുക്കാൻ വേണ്ടിയുള്ള ചെറിയ ഉള്ളി അത് 2 കഷ്ണം ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ആവശ്യത്തിനുള്ള കറിവേപ്പില, തേങ്ങ, ഒരു മുറി തേങ്ങയാണ്, നല്ലൊരു ഒരു മുറി തേങ്ങ വേണം. വെളിച്ചെണ്ണ ആവശ്യത്തിന് വറുക്കാൻ വേണ്ടിയും കടുക് വറുക്കാനും വേണ്ടിയും വേണം. അതിൻ്റെ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കണം, കടുക് എടുക്കണം. ഇത്രയാണ് ഇതിൻ്റെ ചേരുവകൾ. നമുക്കിനി ഈ മീൻ ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നു. ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നു. ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നു. 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നു. ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ലേശം പുളി, അത് മീനായതുകൊണ്ട് ഇത്രയും പുളി ചേർക്കുന്നതാണ്. ചേർത്താലേ തോരനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇത്രയും നല്ലതുപോലെ കുഴയ്ക്കണം. കുഴച്ച് ഒന്ന് കുറച്ച് നേരം, ഒരു 1/2 മണിക്കൂർ നേരം ഇരിക്കണം, ഒന്ന് അമർത്തി വയ്ക്കണം. ഈ മുളകും ഉപ്പും എല്ലാം ഈ മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 മണിക്കൂറായി. നമുക്കിപ്പം ഈ മീൻ വറുത്തെടുത്ത് തോരൻ വെക്കുന്നതാണ്. അതിന് കൂടുതൽ സമയം മുളക് പുരട്ടി വെച്ചിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉടനെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി സ്റ്റൗ കത്തിക്കാം. ഇരുമ്പിലെ ചീനച്ചട്ടിയാണ് വയ്ക്കുന്നത്. ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായി. ഇനി മീൻ വറുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി ഈ എണ്ണയിലോട്ട് ഈ മീനുകൾ ഇട്ട് കൊടുക്കുക. ഏകദേശം മൂത്ത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് ഇനി ആ മീൻ കോരി മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന മീൻ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ 3 തലയും കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ ഒരു 3 തലയും കൂടി, അത് പ്രത്യേകം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ വറുത്ത് കോരുമ്പോഴത്തേക്ക്. പൊരിഞ്ഞ് വരട്ടെ. ഇനി ഇതിന് വേണ്ടിയുള്ള കൂട്ട് ശരിയാക്കാം. ഒരു മുറി തേങ്ങ ചിരുകിയെടുത്ത്, 2 ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, മീനായതുകൊണ്ടാണ് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. ഒരു 1/2 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ലേശം വെള്ളം, പുളിച്ചാറാണ്. പിന്നെ ഏകദേശമായി അതിനെ വറുത്ത് കോരാം. ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കണം, തോരൻ വെക്കണം. അതിന് വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 2 സ്പൂൺ എണ്ണ. ഇനി കടുക് ഇട്ട് കൊടുക്കുന്നു. ഉള്ളി ചെറിയ ഉള്ളി, ഉള്ളി മൂത്ത്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു, അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. നല്ലതാണ് ഇളക്കി കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കൂട്ടിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. കരിയാൻ പാടില്ല. ഈ തിരിയാൻ മീനെന്ന് പറഞ്ഞാൽ
അതിൽ വലിയ ടേസ്റ്റുള്ള മീനല്ല, ടേസ്റ്റ് കുറവാണ്. അത് സീസൺ സമയത്ത് അതിന് ടേസ്റ്റ് കുറയും. ഇതിപ്പം ടേസ്റ്റ് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മീൻ ഇങ്ങനെ ഈ തോരൻ വയ്ക്കുന്നത്. അല്ലെങ്കിൽ കറി വയ്ക്കാം, വറക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ കറി വയ്ക്കുമ്പോൾ വലിയ രീതിയിൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് തോരൻ വയ്ക്കുന്നത്. തോരൻ വയ്ക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് കിട്ടും. ഈ മീന് നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിടാം. തോരൻ വയ്ക്കാൻ സമയത്ത് പൊടിച്ചിടാം. ഞാൻ പക്ഷെ ഇത് പൊടിച്ചിടുന്നില്ല. ഇതിങ്ങനെ തന്നെ മുറിച്ചിട്ട് വറുത്ത് കോരുന്നത് പോലെ തന്നെ ഞാൻ ഇടുന്നത്. എന്ന് വെച്ചാൽ അതാകുമ്പോൾ എടുത്ത് കഴിക്കാം. പിന്നെ പൊടിച്ചിടുമ്പോഴും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ അതിനേക്കാളും നല്ലതാണ്. എന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ ചോദിക്കുമല്ലോ, എന്തുകൊണ്ട് ഈ മീനും പൊടിച്ചിട്ടൂടെ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കും. അത് ഞാൻ പൊടിച്ചിടണ്ട, ഇതിങ്ങനെ മുഴുവനോട് കൂടി. പക്ഷെ വലിയ രീതിയിലുള്ള വലിയ കഷ്ണങ്ങളും അല്ല, ചെറിയ കഷ്ണങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പൊടിക്കാതിരുന്നത്. ഏകദേശം ഉള്ളിയും ബാക്കിയുള്ള ചെറുകളെല്ലാം വെന്ത് തുടങ്ങി മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ട് ഇതിലോട്ട് ഇടുന്നു. നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. ഇനി ഈ കൂട്ടിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീന് തട്ടിക്കൊടുക്കാം. ഇത് ഇളക്കണം. ചെറിയ തീയാണ് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ ഇരുന്ന് മീൻ ശരിയായി വരാം. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഇരിയാവ് മീനിന്റെ തോരൻ റെഡിയായി. വലിയ വിഷക്കട്ടിയുള്ള മീനല്ല ഇത്. അങ്ങനെ ഇരിയാവ് മീനിന്റെ തോരൻ റെഡിയായി. അത് ഒരു ബൗളിലോട്ട് മാറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.